താങ്കൾ ചോദിച്ചു, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. CPM-ൻ്റെ ഔദാര്യത്തിലാണ് പലയിടത്തും BJP ജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതലേ പറയാണ്, PMC പദ്ധതിയിലും ലേബർ കോഡിലും ദേശീയപാത അഴിമതിയിലുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന CPM. ഞാനിപ്പോൾ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള ആശയദാരിദ്ര്യം, അവരുടെ എല്ലാം ഐഡിയോളജി തകർത്തെറിഞ്ഞ് ഇപ്പോൾ അവർക്ക് ഐഡിയോളജി ഒന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് കാരണസഹിത ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണെന്നായിരുന്നു. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDF-ൻ്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഈ പ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെൻറ്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാന തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. നേതാക്കന്മാരാരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് താഴോട്ട് പോകേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെല്ലാം താഴെ നിന്ന് തീരുമാനിക്കപ്പെടണം, വാർഡ് തലത്തിൽ നിന്ന് തീരുമാനിക്കപ്പെടണം. അതുകൊണ്ട് എന്തായി, സാധാരണഗതിയിലുണ്ടാകുന്ന റിബൽ ശല്യങ്ങളില്ലായിരുന്നു കോൺഗ്രസ്സിന്. അപ്പം താഴെ നിന്ന് തന്നെ ബ്ലോക്കിലും ജില്ലയിലും സാധാരണ ഏത് വിജയത്തിലും ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സത്യമായിട്ടും CPM-ൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ്.